ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഒരു ഓണ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞാൻ പങ്കെടുത്ത ഒരു ഓണക്കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാനിന്ന് സംഭാവന ചെയ്യുന്നത്. എനിക്ക് മലയാളം പറയുമ്പോൾ മിസ്റ്റേക്സ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേരെ മിഠായി പറക്കലൊക്കെ ആയിരുന്നു. 2 പേരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. അങ്ങാടിങ്ങാടും കോമ്പറ്റീഷൻ ആയിരുന്നു ഭയങ്കര. പിന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞൂടെ മലയാളം മങ്ക ഇവിടെ നിൽക്കണ എല്ലാവരും മലയാള മംഗളായിട്ട് നിൽക്കണതാണ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. ഇവളൊരു മന്ദാകിനി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർ വേഗം പോയി ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ജിസ വ്ളോഗ്സിൽ. പിന്നെ നമ്മൾ 200 ഫാം ആയി ഗായ്സ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 200 ഫാം ആയാലും 200K അല്ല 200 ആണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇത്രയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ 200-ലെത്തി. അപ്പോൾ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ വരാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേഗം കിട്ടും. അപ്പോൾ ഈ ഗെയിം ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക തരം ഗെയിമാണ്. കുപ്പിയിൽ വെള്ളം നിറക്കൽ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി ബലൂൺ വന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇത് ഭയങ്കര ടഫ് ആക്കണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ എല്ലാ പിള്ളേരും വണ്ടറടിച്ചിരിക്കും ഇതെങ്ങനെ കളിക്കുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. കാരണം ഇത് അത്രയും ടഫ് ആവുന്നതോടെ അത്രയും രസമാവുമല്ലോ. പിന്നെ ചീട്ട് ഊതി ആരാണ് ഏറ്റവും കൂടുതൽ ചീട്ട് നിലത്തേക്ക് ഫുൾ ചീട്ട് മറിച്ചിടണേ അയാൾ ഔട്ടാവും. അങ്ങനത്തെ ഒരു ഗെയിം. അത് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ബാക്കിൽ പടം വരയ്ക്കുന്നത്. പിന്നെ അമ്മമാർക്ക് സ്പെഷ്യലായിട്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട് കുപ്പി തൊടാതെ. പക്ഷേ ഇതൊരു ഫണ്ണി ഗെയിമായിരുന്നു. കുപ്പി ഉണ്ടെന്ന് വിചാരിച്ചാണ് പാവങ്ങൾ നടക്കണേ. പിന്നെ നമ്മൾ കുഞ്ഞുണ്ണിരുന്നൊന്ന് ഊഞ്ഞാലാട്ടി കൊടുത്തു. പിന്നെ നമ്മുടെ മലയാളം മങ്കയായത് ഏറ്റവും പ്രായം കൂടിയ ഒരു അമ്മൂമ്മയായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് അമ്മൂമ്മേനെ ഇരുത്തി ഒരു തിരുവാതിരയൊക്കെ തട്ടിക്കൂട്ടി. അപ്പോൾ എൻ്റെ ഓണം വിശേഷം ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ഹാപ്പി ഓണം.